ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഞാൻ ദാ രാവിലെ കുറച്ച് നേരം ജോഗിങ്ങിനൊക്കെ പോയി. അതുകൊണ്ട് നല്ല എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ അടുക്കളയിലേക്ക് വെക്കാൻ വേണ്ടി ഞാൻ പുതിയൊരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ലക്കി ബാമ്പു ആണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ അടുക്കളയിൽ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ ഇവിടെ നിൽക്കാനായിട്ട്. അല്ലെങ്കിലും പ്ലാന്റ്സ് എനിക്ക് തരുന്ന എനർജി അത് വേറെ ലെവലാണ്. കുറച്ച് ഏർലി മോർണിംഗ് എഴുന്നേറ്റ് പി.ടിക്കൊക്കെ പോവും. പിന്നെ വരുന്നത് ഒരു 6:45-നൊക്കെയാണ്. അത് കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് പിന്നെയും പോകും. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ അടുക്കളയിലേക്ക് എടുത്തു വെക്കാൻ വന്നപ്പോഴാണ്ട് അതേ എൻ്റെ ചെടികളൊക്കെ പരതാൻ വേണ്ടി ഒരാൾ എത്തിയിട്ടുണ്ട്. ശരിക്കും ഇതുങ്ങൾ നല്ല ശല്യമാണ് കേട്ടോ. എല്ലാം പിടിച്ച് വലിച്ചൊക്കെ ഇടും. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ നമ്മൾ പൂച്ചകൾ ശല്യമാണെന്നൊക്കെ പറയുന്ന ആ ഒരു ഇഫക്റ്റ് തന്നെയാണ് ഇവിടെയുള്ള ആൾക്കാർ ഇതിനെ ട്രീറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ദേ വീഡിയോ എടുക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അത് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് മാത്രമല്ല എല്ലാ വീട്ടിലെ ജനാലയ്ക്കും ഇതേപോലെ ഇവർ എത്തി നോക്കൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ സച്ച് രണ്ടാമത് വന്നിട്ട് വീണ്ടും തിരിച്ചു പോയി. സച്ച് പോയതിന് പിന്നാലെ നമ്മുടെ കുരങ്ങച്ചനും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ പോയി ചെടികളൊക്കെ നേരെടുത്ത് വെക്കുകയാണ്. ഇത് ആക്ച്വലി തട്ടിമറിച്ചിരുന്നത് കുരങ്ങന്മാരല്ല കേട്ടോ, അത് കാറ്റാണ്. ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് ഇവിടെ. പ്രത്യേകിച്ച് ഇവിടെ ഒരു ഈവനിങ് ആകുമ്പോഴേക്കും മഴയും തുടങ്ങും. അപ്പോൾ ഫുൾ ടൈം രാത്രി മഴയായിരിക്കും. മഴയും കാറ്റുമൊക്കെ വരുമ്പോൾ എങ്ങനെ പോയാലും ഗാർഡനിലെ ചെടികൾ ഇങ്ങനെ മറഞ്ഞു കിടക്കുന്നുണ്ടാവും. ഇനി ഇത് ചട്ടിയിലോട്ട് മാറ്റി നടുമ്പോൾ സ്റ്റഡി ആയിട്ട് നിൽക്കും. അപ്പോൾ അതിനി ചെയ്യാനുണ്ട്. ഇനി മണ്ണൊക്കെ ഒപ്പിച്ചിട്ട് വേണം. താഴെ നിന്നൊക്കെ മണ്ണെടുക്കാൻ പറ്റും. പക്ഷേ എനിക്ക് സച്ചിൻ്റെ ഹെൽപ്പും കൂടി ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് ഞാൻ ആളുടെ ഒഴിവ് സമയമൊക്കെ നോക്കി ചെയ്യാമെന്ന് ഓർത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. രാവിലെ സമയം കുറേ നേരമൊക്കെ ചെടി പരിപാലിച്ച് നിൽക്കാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടാറില്ല കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഞാനും എൻ്റെ ജോലിയൊക്കെ ആയിട്ട് ബിസി ആവും. പിന്നെ ഈവനിങ് സമയമാണ് ഞാൻ കുറേ സമയം ഇവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.